Cambridge English 365 days. 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം അവർ നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: There might be a pen in my pocket yesterday. ഇങ്ങനെ ഉപയോഗിച്ചാൽ ഇത് തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്ക് നോക്കുകയാണെങ്കിൽ there might be, ഒരു പക്ഷേ എന്നുള്ള മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈറ്റ് എന്ന ഫോം ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം. നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൈറ്റ് അങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണണം. അപ്പോൾ ഒരു പക്ഷേ എന്നൊരു മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈറ്റ് എന്ന മോഡൽ ഓപ്ഷോപ്പ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. There might be a pen in my pocket yesterday. അപ്പോൾ ഇത് പാസ്റ്റ് ഫോമാണ്. പാസ്റ്റ് ഫോം ആയിരിക്കുമ്പോൾ യെസ്റ്റർഡേ എന്നുള്ള ഒരു ഫോം വന്നുകൊണ്ട് പാസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് there might have been എന്ന ഫോമാണ്. There might have been a pen in my pocket yesterday. ഒരു പക്ഷേ ഇന്നലെ എൻ്റെ ഒരു പോക്കറ്റിൽ ഒരു പേന ഉണ്ടായിരുന്നുണ്ടാകാം എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് there might have been a pen in my pocket yesterday എന്നാണ്. ഇനി നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തെറ്റുണ്ടോ എന്ന് വെച്ചാൽ തെറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. കാരണം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് ശരിയാണ്. ഇപ്പം നമുക്കറിയാം, ഞാനൊരു മലയാളത്തിൽ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ നീ കളിച്ചോ എന്ന് നമ്മളൊരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്. നീ ഇന്നലെ കളിച്ചോ? അതാണ് ശരിയായ ചോദ്യം. നീ ഇന്നലെ കളിച്ചോ? ഈ ചോദ്യത്തിന് പകരം നീ ഇന്നലെ കളി എന്ന് ചോദിച്ചാലും നമുക്ക് ആശയം മനസ്സിലാക്കുന്നുണ്ട്. നീ ഇന്നലെ കളി എന്ന് ചോദിച്ചാലും ആശയവിനിമയം നടക്കുന്നുണ്ട്, പക്ഷേ അതിന് ക്വാളിറ്റി ഇല്ല. അത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നീ ഇന്നലെ കളിച്ചോ എന്ന് ചോദിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി അതിന് പകരം നീ ഇന്നലെ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? അതും ചോദിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ എന്നുള്ള വാക്കുണ്ട്, കളിക്കുക എന്നുള്ള വാക്കുണ്ട്, നീ എന്നുള്ള വാക്കുണ്ട്, ആശയവിനിമയം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ നീ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. ഇന്നലെ നീ കളിച്ചോ എന്ന് ചോദിക്കുമ്പോഴേ അതിന് ക്വാളിറ്റി ഉള്ളൂ. ഇപ്പം മലയാളത്തിലെ തെറ്റും ശരിയും നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റും. അതിൻ്റെ കാരണം നമ്മൾ മലയാളികളാണ്. അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? IELTS പോലുള്ള എക്സാം എഴുതാൻ, ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ, നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇംഗ്ലീഷ് അറിയുന്നവരുടെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഇത് തെറ്റാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. അപ്പം നമ്മളത് തിരുത്തണം. അപ്പോൾ സ്വാഭാവികമായും കുറേ ടോപ്പിക്സുകൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാണ് നിങ്ങളുടെ അടുത്ത് ബുക്സ് വാങ്ങിക്കൂ എന്ന് പറയുന്നത്. കൃത്യമായി ബുക്ക് വാങ്ങി പ്രാക്ടീസ് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റിന് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി 10 മിനിറ്റ് ചിലവഴിക്കണം. അതല്ലാതെ ഒരു മാർഗ്ഗമില്ല. കാരണം നമുക്കറിയാം, മലയാളം നമ്മൾ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഒരു വിദേശിക്ക് മലയാളം പഠിക്കാൻ എത്ര സമയമെടുക്കും? അത് ചിന്തിച്ചാൽ മതി. വളരെയധികം സമയമെടുക്കും. ഓക്കെ, വളരെ എളുപ്പമല്ല. അതുപോലെ തന്നെ നമ്മളൊരു ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയമെടുക്കും. ക്ഷമയോടുകൂടി. ഇത് ആവശ്യമുള്ള കാര്യമാണ്. ഇത് നമുക്ക് ഭയങ്കര സന്തോഷമൊന്നും കിട്ടുന്ന കാര്യമല്ല. നമ്മളത് എൻജോയ് ചെയ്യണം. നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്യണം. എളുപ്പമുള്ളതല്ല എങ്കിൽ കൂടിയും എൻജോയ് ചെയ്യണം. ഓരോ ദിവസവും കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. There might have been എന്നത് തന്നെയാണ് ശരി, വേറെ ഒന്നുമില്ല. There might have been a pen in my pocket yesterday. ഒരു പക്ഷേ എൻ്റെ പോക്കറ്റിൽ ഇന്നലെ ഒരു പേന ഉണ്ടായിട്ടുണ്ടാകാം. എനിക്ക് ഉറപ്പില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മളിത് പറയുന്നത്. ഇനി മൈറ്റ് ബി അവിടെ ഉപയോഗിക്കാം. അത് ഫ്യൂച്ചറിലേക്കാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. There might be a pen in my pocket now. എൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരു പേന ഉണ്ടാകാം. എനിക്ക് ഉറപ്പില്ല, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നാളെ എൻ്റെ പോക്കറ്റിൽ ഒരു പക്ഷേ ഒരു പേന ഉണ്ടാകും എന്ന് പറയുന്ന സമയത്തും നമുക്ക് എന്ത് ഉപയോഗിക്കാം? മൈറ്റ് ബി ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെയും മൈറ്റ് ബി ആണ് ഉപയോഗിക്കേണ്ടത്, ഫ്യൂച്ചറിലേക്കും മൈറ്റ് ബി ആണ് ഉപയോഗിക്കേണ്ടത്. വ്യത്യാസമില്ല. There might be a pen in my pocket tomorrow. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും മൈറ്റ് ബിക്ക് ചെറിയ അർത്ഥവ്യത്യാസമുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടാകും, ഒരു പക്ഷേ നാളെ ഉണ്ടാകും. ആ ഒരു മീനിങ്. അപ്പോൾ ഫ്യൂച്ചറിലേക്കും മൈറ്റ് ബി ആണ് ഉപയോഗിക്കുന്നത്, പ്രസൻറ്റിനും മൈറ്റ് ബി ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പാസ്റ്റ് ആണെങ്കിൽ മൈറ്റ് ഹാവ് ബീൻ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ നിർബന്ധമായും ഇതുപോലത്തെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. സമയം കിട്ടുന്ന സമയത്ത് ഇതുപോലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഡൗട്ട് ഉണ്ടാവുള്ളൂ. നമുക്കിതെല്ലാം കൃത്യം നിയമം ഉപയോഗിച്ച്, കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൃത്യമായി എല്ലാ ദിവസവും നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി സമയം ചെലവഴിക്കണം. 10 മിനിറ്റ് എങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ലഭിച്ചേ പറ്റൂ, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ഡൗട്ട്സ് ഉള്ളവർക്ക് അത് ഗുണം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 82815556 എന്ന ഈ നമ്പറിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകണം. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൂടാതെ ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾക്ക് ചില ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൂഫ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത, ഞങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ സ്റ്റുഡൻസിനും മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വേറെ ശല്യങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മൈ നമ്പർ എന്ന ഒരു മെസ്സേജ് 82815556 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ 82815556 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.